ഓരോ നിമിഷവും ഉയരുന്ന മരണക്കണക്കുകൾ, പരിക്കേറ്റ് കരയുന്നവർ, തകർന്നു വീഴുന്ന സ്വപ്നങ്ങൾ. ഇസ്രായേൽ ഹമാസ് സംഘർഷം രക്തരൂക്ഷിതമായി തുടരുന്ന സാഹചര്യത്തിൽ ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗാസയിലെ ലത്തീൻ പള്ളികളിലെ വികാരിയെയും സമർപ്പിതരെയും ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുകയും എല്ലാവർക്കും തന്റെ ആശീർവാദം നൽകുകയും യുദ്ധത്തിന്റെ അവസാനത്തിന് തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും ചെയ്തു. പാപ്പയുടെ ഫോൺ കോളിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ പാപ്പ അറിയുന്നുവെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അഭിമാനമുണ്ടെന്നും സിസ്റ്റർ നബീല സാലിക് വ്യക്തമാക്കി. വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ടവരും രോഗികളും കുടുംബങ്ങളും കുട്ടികളും വികലാംഗരുമടക്കം ഏകദേശം 500ഓളം ആളുകൾ ഇടവകയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പിൽ കഴിയുന്നുണ്ട്. യുദ്ധത്തിന്റെ അവസാനത്തിനും സമാധാനത്തിനും സഭയുടെ ആവശ്യങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുന്ന സിനഡിന്റെ പ്രവർത്തനങ്ങൾക്കുമായി തങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ സമർപ്പിക്കുന്നുവെന്ന് വൈദികനും സിസ്റ്റേഴ്സും പാപ്പയ്ക്ക് ഉറപ്പു നൽകി. എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് ഗാസയിലെ ജനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. യുദ്ധം അതിന്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുമ്പോഴും ഇടവകയുടെ അജപാലന കാര്യങ്ങളിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും 2 കുർബാന വീതം അർപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ 2ലും ധാരാളം ആളുകളാണ് പങ്കെടുക്കുന്നത്. യുദ്ധം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാപ്പയുടെ ഈ ഫോൺ വിളി ഗാസയിലെ ജനങ്ങൾക്ക് വലിയൊരു സ്വാന്തനം തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.